അറിവിന്റെ വെളിച്ചം സാധാരണക്കാരുടെ കുടിലുകളിലേക്ക് എത്തിക്കാൻ ക്രൈസ്തവ സഭകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഈ ഇരുണ്ട കാലത്ത് പ്രത്യാശയുടെ തുരുത്തായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി. കോട്ടയത്ത് ജ്ഞാനായ സമുദായ ദിനവും മഹാസംഗമവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തിനു പിന്നിൽ ക്രൈസ്തവ സഭകളുടെ പങ്ക് വലുതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവർ സുരക്ഷിതരല്ല. ഈ ഘട്ടത്തിൽ കേരളം പ്രത്യാശയുടെ തുരുത്താണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇന്ന് ലോകത്തിനാകെ മാറുകയാണ്. അതിനുള്ള ആദ്യ വിത്തുകൾ പാകിയത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും നിങ്ങളെപ്പോലുള്ള സമുദായ സംവിധാനങ്ങളുമാണ്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ക്രൈസ്തവ മുസ്ലിം ആരാധനാ സ്വാതന്ത്ര്യത്തിന് നേരെ വർഗീയ ശക്തികളുടെ നഗ്നമായ കടന്നുകയറ്റമാണ് നടക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ പ്രത്യാശയുടെ തുരുത്തായി നമ്മുടെ കേരളം തലയുയർത്തി നിൽക്കുന്നു. കോട്ടയം ചിങ്ങവനത്ത് നടന്ന ജ്ഞാനായ സമുദായ ദിന മഹാസംഗമത്തിൽ ആർച്ച് ബിഷപ്പ് കുര്യാക്കോന മോർ സെവോറിയോസ് മെത്രോപ്പൊലിത്ത അധ്യക്ഷനായി. മന്ത്രി BN വാസവൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ MLA മാർ, സഭാ മേധാവികൾ എന്നിവർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.